വീട്ടുകാർ എന്നും പറയും ഇതൊന്ന് ശ്രദ്ധിക്കൂ എന്ന്. എന്നാൽ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടക്കും. എന്നാൽ ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയതാണ്, ആകെ താളം തെറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ 2 വർഷം മുമ്പ് പെയിൻ്റ് അടിക്കുമ്പോൾ ചെറിയൊരു ദ്വാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എന്തൊക്കെയോ ചെയ്തതാണ്. ഇങ്ങനെ കണ്ടാൽ യാതൊരു കുഴപ്പമില്ല. ബ്ലാക്ക് ആൻഡ് കോഫിയിൽ ഇങ്ങനെ തിളങ്ങി കാണാൻ നല്ല രസമാണ്. എന്നാൽ ഇതിൻ്റെ അടിയിലേക്ക് നോക്കിയാലേ ഉള്ളൂ പൊള്ളയായിട്ടാണ് വരുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കാത്തതിൻ്റെ കേടാണ്. ആദ്യമേ ശ്രദ്ധിക്കേണ്ടതാണ്, പക്ഷേ നമ്മൾ നിസ്സാരമായി തള്ളിക്കളി. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് നിസ്സാരനല്ല. ഉള്ളിലൂടെ ഒന്നാകെ കാർന്നു നിന്ന ഒരു ക്യാൻസർ പോലത്തെ നമ്മളെ മരത്തിനുണ്ടാകുന്നൊരു പ്രശ്നമാണിത്. ഉള്ളൊക്കെ തിന്ന് എല്ലാം ഒരുവിധമായതിൻ്റെ ശേഷമേ നമ്മളതിൻ്റെ പുറന്തലിയിലേക്കൊക്കെ കാണാൻ കഴിയും. വീട്ടുകാർ എന്നും പറയാറുണ്ടാകും, പക്ഷേ നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല, അങ്ങോട്ടൊന്നും ചെവി കൊടുക്കാറില്ല. എന്നാൽ ഇടയ്ക്കൊക്കെ നമ്മളെ വീടിൻ്റെ അകത്തളങ്ങളും ഇങ്ങനെയുള്ള സൈഡുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്നാലും വല്ലാത്ത കേടുപാടൊന്നും ഇല്ലാത്ത നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് ചെന്നപ്പോൾ നമുക്ക് കിട്ടിയൊരു മരുന്നാണിപ്പോൾ ഇത്. അപ്പോൾ ഇത് തികച്ചും സ്പ്രേ ചെയ്യാനേ പറ്റുള്ളൂ. സ്പ്രേ ചെയ്യാനുള്ള ഇതേ ഉള്ളൂ. അപ്പോൾ നമ്മളത് പുറമേ സ്പ്രേ ചെയ്തുകൊണ്ട് കാര്യമില്ല, നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പൈപ്പിട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളെടുത്തപ്പോൾ പൈപ്പൊന്നുമില്ല, നമുക്ക് ഒരു സിറിഞ്ച് ഉണ്ടായിരുന്നു. ആ സിറിഞ്ചായിട്ടാണ് ഇപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിറിഞ്ച് നിറച്ചിട്ട് ഇതൊന്നാകെ എല്ലാ വാതിലിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ, അപ്പോൾ ഇതിങ്ങനെ സിറിഞ്ചിലാക്കിയിട്ട് ഇങ്ങനെ ദ്വാരമുള്ളിടത്തേക്ക് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ ഇതിൻ്റെ കട്ടലിൻ്റെ ഇതിപ്പോൾ മണ്ണിൻ്റെ അടിയിലേക്കൊന്നല്ല പോകുന്നത്, നിങ്ങൾ കാണുന്നുണ്ടാവും. കട്ടലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ദ്വാരം ഉണ്ടാവും, അതിലേക്കാണ് ഇതിങ്ങനെ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 4ാമത്തെ വട്ടമാണ് ഈ സിറിഞ്ച് നിറച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 6 മാസം കൂടുമ്പോൾ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കണം. എന്നാൽ ഈ കേടുപാടല്ലാതെ മറ്റ് കേടുപാടുകളൊന്നും ഉണ്ടാവില്ല. വന്ന കേടുപാട് പിന്നെ നമുക്ക് തീർക്കാൻ കഴിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി അടിച്ചതിൻ്റെ ശേഷം നമുക്ക് മെഴുകോ വൈറ്റ് സിമെൻറ്റോ വെച്ച് അടച്ചിട്ട് നമുക്ക് പെയിൻ്റ് അടിച്ചിട്ടാൽ മതി. അതല്ലാതെ നമുക്ക് കിട്ടുന്ന ഇതുകൊണ്ട് സ്പ്രേ അടിച്ച് പോയാൽ അതിൻ്റെ പുറമേയുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ, ഉള്ളിലേക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ സിറിഞ്ചേറ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് കേടുപാടില്ലെങ്കിലും നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് ഓട്ടയും മടയൊക്കെ ഉള്ളിടത്തൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമുക്ക് കേടുപാടില്ലാതെ എന്നും നിലനിർത്താൻ കഴിയും. ഇതിന് ഒരു 300 ചില്ലാൻ രൂപയാണുള്ളത്. ഇതിൻ്റെ ക്വാളിറ്റി വേറെ ഉള്ളതുണ്ടോ എന്നറിയില്ല, നമുക്ക് കിട്ടിയത് ഇതാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതി നമ്മൾ വീഡിയോ എടുത്തിട്ടതാണ്. ഉപകാരമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നോക്കുക. ഈ കോഫി കലർന്ന കറുപ്പ് കളർ നോക്കണ്ട, ഇത് ഒറിജിനൽ തേക്കാണ്. നമ്മളെ പറമ്പിൽ നിന്ന് തന്നെ തേക്ക് വെട്ടിയുണ്ടാക്കിയ ജനലും കട്ടിലുമാണ്. അപ്പോൾ എല്ലാം കറുപ്പാക്കിയപ്പോൾ ഒരു തേക്കിൻ്റെ കളർ മാത്രം വേണ്ട എന്ന് കരുതിയിട്ട് എല്ലാം കൂടി ഒരു കളറിലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് തേക്കിനും കൂടി ഈ കോഫി കലർന്ന കറുപ്പടിച്ചതാണ്. നമ്മളെ ഒട്ടുമിക്ക വീടുകളിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ ലേഡീസ് കണ്ടും ശ്രദ്ധിച്ചും പറയുന്നൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളത് ശ്രദ്ധ കൊടുക്കാതെ വിട്ടു പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ അതിൻ്റെ കൂടുതൽ കേടുപാടിലേക്ക് നീങ്ങിപ്പോവുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള ഇടങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ 3 മാസത്തിലോ 6 മാസത്തിലോ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ വലിയ കേടുപാടൊന്നും കൂടാതെ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് സംരക്ഷിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ.